ഇപ്പോൾ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയുണ്ട് എന്നുള്ളതാണ്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മൺത ചുഴലിക്കാറ്റ് നാളെ തീരം തൊടും. ഒഡീഷ, ആന്ധ്ര സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. MS ഹരികൃഷ്ണനാണ് നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഹരി, ഗുഡ് മോർണിംഗ്. ഇന്നും അതിശക്തമായ മഴയാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ, അല്ലേ? തീർച്ചയായും മാരി, അത് തന്നെ പറയേണ്ടി വരും. വളരെ ശക്തമായ മഴ തന്നെ ഇന്ന് പെയ്യാനാണ് സാധ്യത. പ്രത്യേകിച്ച് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്ന് മന്ദ ചുഴലിക്കാറ്റായിട്ട് മാറും. നാളെ വൈകുന്നേരമോ രാത്രിയോടുകൂടി തന്നെ അത് കർണാടകയിലെ കാക്കിനടയിൽ തീരത്തടിയാനാണ് സാധ്യത. അത് ശക്തമായ രീതിയിൽ തീരത്ത് വീശും. അതിൻ്റെ സ്വാധീന ഫലമായിട്ട് കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ 3 ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ്. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 ജില്ലകൾ ഇവയാണ്: ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്. ഈ ജില്ലകളിലാണ് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് വളരെ തീവ്രമായ മഴ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൽ 205.5 മില്ലിമീറ്റർ മഴ വരെ ഇന്ന് പെയ്യാനുള്ള സാധ്യതയുണ്ട്. മഴ വരെ ഇന്ന് പെയ്യാൻ സാധ്യതയുണ്ട്. ഈ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ 115.5 മില്ലിമീറ്റർ മഴ വരെ ഇന്ന് ബാക്കിയുള്ള ജില്ലകളിലും പെയ്യാനാണ് സാധ്യത. ബാക്കിയുള്ള 7 ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട് ലഭിച്ച ജില്ലകളിൽ നാളെ പ്രത്യേകിച്ച് 7 ജില്ലകളിലാണ് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം. നാളെ വീണ്ടും തെക്കിലേക്ക് മഴ വീണ്ടും മാറാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ തിരുവനന്തപുരത്തും കൊല്ലത്തൊന്നും യെല്ലോ അലേർട്ടോ ഓറഞ്ച് അലേർട്ടോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇന്നത്തെ ദിവസത്തേക്ക്. പക്ഷേ നാളെ യെല്ലോ അലേർട്ടാണ് ഈ ജില്ലകളിലെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതും കൂടി എടുത്തു പറയേണ്ടി വരും. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് വ്യാഴാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവും കൂടിയുണ്ട്. പ്രത്യേകിച്ച് ശക്തമായ മഴയും കാറ്റും ഉള്ളത് കൊണ്ട് തന്നെ തീരദേശവാസികളോട് ശക്തമായ രീതിയിൽ ജാഗ്രത പുലർത്താൻ തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മത്സ്യബന്ധനത്തിന് ഇറങ്ങരുത്, പ്രത്യേകിച്ച് വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് ഇറങ്ങരുത് എന്നുള്ളൊരു കാര്യം കൂടി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില ദിവസങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയും കൂടി കാലാവസ്ഥാ വകുപ്പ് സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും തുലാമാസമാണ്, അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ ഇന്ന് കാര്യമായ മഴ പെയ്യില്ല എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. എന്നാൽ നാളെയോടുകൂടി മന്ദ ചുഴലിക്കാറ്റ് വീശുന്നതോടുകൂടി, നാളെ തന്നെ തീരത്തോട് വീശുന്നതോടുകൂടി തന്നെയാണ് വീണ്ടും കൂടുതൽ ശക്തിയോടെ രീതിയിൽ മഴ പെയ്യാനുള്ള സാധ്യത കേരളം ഒട്ടാകെ തന്നെ നാളെ പ്രതിഫലിക്കാനുള്ള സാധ്യതയുള്ളത്. എന്തായാലും ഇന്ന് 3 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്, 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. അതെ, ഇന്ന് വടക്കൻ കേരളത്തിലാണ് അതിശക്തമായ മഴയുടെ പ്രവചനമുള്ളത്. അതേസമയം തന്നെ ഈ മൺത ചുഴലിക്കാറ്റ് നാളെ തീരം തൊടുന്ന സാഹചര്യത്തിൽ ഒഡീഷ, ആന്ധ്ര സംസ്ഥാനങ്ങൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം അതിന്റെ പ്രഭാവമായി തന്നെ കേരളം ഒട്ടുക്ക് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൂടിയാണ് പ്രവചിക്കുന്നത്. MS ഹരികൃഷ്ണനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.